നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നതാണ് ഒന്നാമത്തെ കാര്യം യേശുക്രിസ്തു പറഞ്ഞ പ്രധാന കാര്യങ്ങളുടെ ഒന്ന്. അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചത് വളരെ പ്രസക്തമായ കാര്യമാണ്. രണ്ടാമത് പറഞ്ഞത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്നുള്ളതാണ്. അപ്പോൾ നിന്റെ അയൽക്കാരന് ദോഷം നിരൂപിക്കാതെ, നിന്റെ കൂട്ടുകാരന് ദോഷം നിരൂപിക്കാതെ എന്ന് പറഞ്ഞാൽ സഹജീവികളോട് ദ്രോഹം ചെയ്യാതെ, സഹജീവികൾക്ക് നാം ദോഷം നിരൂപിക്കാതെ ജീവിക്കുക എന്നുള്ളത്. അപ്പൊ ദൈവത്തോടും മനുഷ്യരോടും പാലിക്കേണ്ട ചിട്ടകളെ യേശുക്രിസ്തു പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ രീതിയിൽ ഒരു മനുഷ്യൻ തന്നെ ചിട്ടപ്പെടുത്തിയാൽ അവൻ ദൈവരാജ്യത്തിന് അവകാശിയാകും, നിത്യജീവന അവകാശിയാകും. ഇതാണ് യേശുക്രിസ്തുവിന്റെ സന്ദേശം. ഓക്കെ, കുരുവിളച്ചാൻ പറഞ്ഞത് എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഖുർആനിലേക്ക് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഖുർആൻ എന്ന് പറയുന്നത് പരിശുദ്ധ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ വാക്കാണ്. അള്ളാഹു പറഞ്ഞത് മാത്രമേ ഖുർആനിൽ കാണുകയുള്ളൂ. അപ്പോൾ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, അതായത് ഇത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറയുന്ന വാക്യവും ഉണ്ട്. ഈ ഖുർആൻ എന്ന് പറയുന്നത് ഇത് എൻ്റെതാണ്, എൻ്റെ വാക്കാണ്. അതേപോലെ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടത് വിശദീകരിച്ച് തരികയാണ് ചെയ്തത്. ഇത് കുരുവിളച്ചാൻ മനസ്സിലായി. രണ്ടാമത്തെ ചോദ്യം എൻ്റെ വരുന്നത്, യേശു പറയുന്നുണ്ട് ദൈവത്തിൻ്റെ സുവിശേഷവുമായിട്ട് ഗലീലിയയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന 10 കാര്യങ്ങളാണ്. ഇപ്പം 10 കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഏകസത്യ ദൈവത്തെ മാത്രം ആരാധിക്കുക, പിന്നെ നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ കാര്യങ്ങൾ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതേപോലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ കണ്ണോടിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിൻ്റെ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഈ ക്രിസ്തുമതം തന്നെ തുടർന്ന് പോകുന്നത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഞാൻ ക്രിസ്തുമതമല്ലാതെ പിന്നെ ഏത് മതം തുടർന്ന് പോകണമെന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും യഥാർത്ഥ യേശു ക്രിസ്തുവിനെ അറിഞ്ഞവരാണ് മുസ്ലിമീങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങൾ പെർഫെക്റ്റ് ആണ്. ഒരു മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആണ് യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങൾ. അത് വിട്ട് വേറൊരിടത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അല്ല, ഗുരുവിളച്ചാൻ എൻ്റെ ചോദ്യം മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം, അതായത് ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന ആ കാര്യങ്ങൾ ഗുരുവിളച്ചാൻ പറഞ്ഞു, ഞാനത് അംഗീകരിച്ചു. ഓക്കെ, ആ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും കാണാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ. ഇനി ഞാൻ ചോദിക്കുന്നതിൽ നിങ്ങൾക്ക് എന്നോട് വിരോധം തോന്നണ്ട. നിങ്ങളുടെ പ്രവാചകനെ കുറിച്ച് തന്നെ ഞാൻ ചോദിക്കാം. അദ്ദേഹത്തിന്റെ അവസാനത്തെ യുദ്ധം ഏതായിരുന്നറിയാം? അദ്ദേഹം പങ്കെടുത്ത അവസാനത്തെ യുദ്ധം പറഞ്ഞു, ഗുരുവിളച്ചാൻ പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് അറിയാമോ? അറിയാമെങ്കിൽ അത് പറയൂ. പോയിന്റ് വെച്ച് പറയാം. എന്താ യുദ്ധങ്ങൾ? പോയിന്റ് പറയാം. ബദർ യുദ്ധമാണോ ഈ പ്രവാചകൻ പങ്കെടുത്ത അവസാന യുദ്ധം? അവസാനത്തെ യുദ്ധത്തിന്റെ പേര് അല്ല ഇല്ല, ഓർമ്മയില്ല. യുദ്ധമാണോ? എനിക്കറിയില്ല. ഖൈബർ യുദ്ധമാണ് അവസാന യുദ്ധം. ഖൈബർ യുദ്ധം. ഓക്കെ, 630 AD അതിലാണ് തബൂക്ക് യുദ്ധമാണ്. ഏറ്റവും ഖൈബർ അതിന് മുൻപാണ്. അതായത് ഖൈബർ യുദ്ധമാണ് അദ്ദേഹം പങ്കെടുത്ത അവസാന യുദ്ധം എന്ന് പറയുന്നത്. അതിനോട് ചേർന്നാണ് ഫതക്ക്, വാതിൽ ഖുറ എന്നീ സ്ഥലങ്ങളും കൂടെ തന്റെ കൈവശപ്പെടുത്തിയത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മദീനയിൽ നിന്ന് ഉദ്ദേശം 70 മൈൽ ദൂരമുള്ള സ്ഥലമാണ് ഈ ഖൈബർ എന്ന് പറയുന്നത്. ഈ ഖൈബറിൽ നിന്ന് ആരെങ്കിലും മദീനയില് ആക്രമിക്കാൻ വന്നതുകൊണ്ടാണോ ഈ ഖൈബറിൽ
പോയി ഇത്രയും ദൂരെ താമസിക്കുന്ന ആൾക്കാരെ ആക്രമിച്ച് അവരുടെ വസ്തുവകകൾ കൈവശപ്പെടുത്തിയത്? അല്ല, കുരുവിളച്ചായ കൈവണ്ട യുദ്ധത്തെ പറ്റി കുരുവിളച്ചാൻ പഠിച്ച മൊത്തം ഒന്ന് പറഞ്ഞാൽ പറ്റുമോ? ഈ പകുതി മുറിച്ച് പഠിച്ചത് പരുവറ്റത്തില്ല, മൊത്തം പഠിച്ചത് അല്ല, നിങ്ങൾ ഇനി പറഞ്ഞു. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാക്കി മനസ്സിലായി. എന്താ നിങ്ങൾ കൈവണ്ട യുദ്ധം ചരിത്രം എന്ന് അഹമ്മദ് ഭായ്, പറഞ്ഞു? അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുക, അദ്ദേഹത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് അറിഞ്ഞാൽ പോരെ. അതാ കൈവണ്ട യുദ്ധത്തിന്റെ ചരിത്രം എന്ന് കുരുവിളച്ചൻ പറഞ്ഞാലേ നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞ എങ്ങനെയാണ്? നിങ്ങൾ പറഞ്ഞ അങ്ങോട്ട് നിങ്ങളുടെ പോയി അണ്ടർസ്റ്റാൻഡിങ്. അടിച്ചതല്ല, അഹമ്മദ് ഭായ് അങ്ങോട്ട് ഒരു പോയി സെക്കൻഡ്, അടിച്ചാണ്, ഇങ്ങോട്ട് വന്നതല്ലെന്ന് അഹമ്മദ് ഭായ് പറഞ്ഞപ്പോ ഒരു കൈവണ്ട സെക്കൻഡ്, യുദ്ധത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയാം. ആ ചരിത്രം എന്ന് അഹമ്മദ് ഭായ് പറഞ്ഞാൽ ഒരു അല്ല, നിങ്ങൾ സെക്കൻഡ്, സലാം പറഞ്ഞ ഭായ് ഒന്ന് കേൾക്കുന്നത് കംപ്ലീറ്റ് ചെയ്യട്ടെ. സുഖമാണ്. ഒരു മിനിറ്റ്. നിങ്ങളുടെ സമയം അതിനനുസരിച്ച് അഹമ്മദ് കുറയും. ഭായ് ഞാനിവിടെ അല്ല, സലാം ഭായ് ഒന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, സംസാരിക്കട്ടെ. ഒന്ന് പട്ടാളം മ്യൂട്ട്. സലാം ഭായ് അല്ല സംസാരിച്ചത്, അദ്ദേഹം ഓക്കെ, സംസാരിക്കട്ടെ. അല്ല, സലാം എല്ലാരും ഭായ് കൂടി ഇടപെടരുത്. സംസാരിച്ചോളൂ. അല്ല പട്ടാളം ഈ ഹിസ്റ്റോറിക്കലായിട്ട് ഇപ്പൊ യുദ്ധത്തിലേക്ക് പോയിനല്ലോ, അപ്പം അപ്പൊ പട്ടാളം ഇതിനെ ഞാൻ കുറിച്ചിട്ട് അറിയാണെങ്കിൽ അതിന്റെ പട്ടാളം എടുത്തു. കുരുവിളച്ചായന്റെ അണ്ടർസ്റ്റാൻഡിങ്, ആ യുദ്ധത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇത് നടന്നിരിക്കുന്നത് മാർച്ച് 628 AD. അതിനുശേഷം 2 വർഷം കഴിഞ്ഞിട്ട് ഉണ്ടായ തബൂക്ക് യുദ്ധമാണ് ഏറ്റവും അവസാനം. എന്നാലും ഖൈബർ ഇത് പറഞ്ഞോളൂ, താങ്കളുടെ അണ്ടർസ്റ്റാൻഡിങ്, എന്നാലല്ലേ നമുക്കത് മിസ്കൺസെപ്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ വിഷയത്തിൽ ഞാൻ ചോദിച്ചല്ലോ, ഖൈബറിൽ നിന്ന് അവർ പട നയിച്ച് മദീനയിലേക്ക് ആക്രമിക്കാൻ വന്നിട്ടാണോ ഇവര് തമ്മിൽ യുദ്ധം നടന്നത്, അതോ ഖൈബർ എന്ന് പറയുന്ന മദീനയിൽ നിന്ന് ദേശം 70 മൈൽ അകലെയുള്ള ഈ സ്ഥലത്തേക്ക് ഇവർ ഇവിടുന്ന് പടപ്പുറപ്പാടുമായി പോവുകയാണോ ചെയ്തത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. മനസ്സിലായി. നബീല് ഫ്രീ ആണെങ്കിൽ ഒന്ന് മേലെ കയറിക്കോളൂട്ടോ. ഞാൻ എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ഇത് പറയാം. ആർക്കെങ്കിലും കുറച്ചും കൂടെ അല്ല ഇത് നല്ല ഇപ്പോ രീതിയിൽ ഇതിനെക്കുറിച്ച് പട്ടാളം അറിയെങ്കിൽ ഇതെന്തിനാ ഇവിടെ ഇപ്പൊ കൊണ്ടുവന്നെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം എൻ്റെ ഒരൊറ്റ ചോദ്യത്തിന്റെ പുറകിലാണ് ഇതിപ്പം വന്നിട്ടുള്ളത്. അദ്ദേഹം അതായത് പ്രവാചകനെ കുറിച്ച് സംസാരിക്കായിരുന്നു. അപ്പൊ അല്ല അദ്ദേഹത്തിന്റെ ഇപ്പൊ ചോദ്യം യുദ്ധം എന്താന്ന് വെച്ചാൽ അറ്റാക്ക് ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ട് എന്താണ് വന്നിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ വളരെ ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു രാഷ്ട്ര തലവൻ ആണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ രാഷ്ട്രത്തിനെതിരെ ഉണ്ടാവുന്ന യുദ്ധങ്ങളും ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ മാത്രമല്ല, രാഷ്ട്രത്തിനെതിരായിട്ട് വരുന്ന കാര്യങ്ങൾ ചിലപ്പോ നേരത്തെ തന്നെ എതിർക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോ അതില് ഒന്നായിരുന്നു ഈ പറയുന്ന ഖൈബർ യുദ്ധം. അത് എന്തുകൊണ്ടാണ് അതിന്റെ പ്രിമൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബനു നളീർ ഗോത്രം മദീനന്ന് പോയിട്ടുള്ള ആൾക്കാര് അവിടെയാണ്, ഖൈബറിലാണ് അവര് സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവര് ബനു ഗത്ഫാൻ എന്ന് പറയുന്ന വേറൊരു ഗോത്രത്തോട് കൂടി ചേർന്നിട്ട് അവര് അറ്റാക്ക് ചെയ്യാൻ വരികയായിരുന്നു. അങ്ങനെ ഒരു പ്ലാനിങ് ഇത് നടന്നു. അതുപോലെ തന്നെ വരികയായിരുന്നു. അപ്പൊ ഒരു രാഷ്ട്രത്തലവൻ എന്നുള്ള രീതിയിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ടാണ് ആ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. അത് നടന്നിട്ടില്ലായിരുന്നെങ്കിൽ രാഷ്ട്രത്തിനെതിരെ ഒരു യുദ്ധം തീർച്ചയായിട്ടും ഉണ്ടാവുമായിരുന്നു. അപ്പോ ഒരു രാഷ്ട്രത്തലവന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു രാഷ്ട്രത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതിലും മാതൃകയുണ്ട്. അതിലെന്താണ് കുരുവിളച്ചായം കാണുന്ന പ്രശ്നം എന്ന് എനിക്കറിയില്ല. ഇതിനെല്ലാം നന്നായിട്ട് ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ സലാം ഭായിയോ അബ്ദുൽ ഭായിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇതിലോട്ട് വെളിച്ചം പകരാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം എനിക്ക് ഒരു മിനിറ്റ്. ഞാൻ അച്ഛാ പറഞ്ഞു. അപ്പൊ ഇവിടെ സംഭവം ഇത്രയാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം, ഖൈബറിൽ നിന്ന് അവര് പടം നയിച്ച് മദീനയിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ലെങ്കിൽ അവിടേക്ക് പോയി അവരെ ആക്രമിച്ചതിനോട് തീർത്തും യോജിക്കുന്ന ആളല്ല ഞാൻ. 70 മൈൽ അപ്പുറം താമസിക്കുന്ന ഈ ജനങ്ങൾ മദീനയിലേക്ക് പട നയിക്കുകയോ യുദ്ധം ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ, ഇവരാക്രമിച്ചിട്ടില്ലെങ്കിൽ അവരെ അങ്ങോട്ട് പോയി ആക്രമിച്ചത്, ഈ 70 മൈൽ ആ കാലത്ത് സഞ്ചരിച്ചത്, അവർ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുകയും പകൽ സമയങ്ങളിൽ വിശ്രമിക്കുകയും ചെയ്തിട്ടായിരിക്കും എന്നുള്ളതാണ് പലരുടെയും അഭിപ്രായങ്ങൾ. എനിവേസ് അതൊക്കെ ഞാൻ വിടുന്നു. പക്ഷെ ഇത്രയും ദൂരെ താമസിക്കുന്ന ഒരു സമൂഹത്തെ ഇവിടെ നിന്ന് അവരുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് പട നയിച്ചു പോയി
അവിടെ ആക്രമണം നടത്തുകയും അവരുടെ വസ്തുവകകൾ പിടിച്ചെടുക്കുകയും ചെയ്തതിനോട് എനിക്ക് യോജിപ്പില്ല. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച ആ, അല്ല, അത് നിങ്ങളെ നരേഷനാണ് അവിടെ കുഴപ്പമില്ല, വ്യക്തമായിട്ട് പറയുന്നത് കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഞാൻ നിർത്തി. സോറി. നിങ്ങളുടെ അല്ല നരേഷൻ അദ്ദേഹം അല്ല, നിങ്ങൾ പറയട്ടെ. ഗുരുവായൂർ സാറ് നരേഷൻ വെക്കരുത്. ഗുരുവായൂർ സാറ് പറഞ്ഞു. ഇല്ല. ഞാൻ അല്ല അദ്ദേഹം പറയട്ടെ. നിങ്ങളുമായിട്ടൊരു തർക്കത്തിന് നിഷോ അദ്ദേഹം ഇല്ല. പറയട്ടെ. ഞാന് നിങ്ങളുമായിട്ട് തർക്കത്തിനില്ല. ഇത്തരത്തിൽ അല്ല സംസാരിക്കാനും നിസു ഞാനില്ല. നറേഷൻസ് നിസു നിങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അല്ല 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 അതുപോലെ കുരുവിളച്ചായന്റെ ഇന്ന എൻ്റെ പറഞ്ഞത്. ഒരു സോറി, ചോദ്യത്തിന്റെ പുറകിലാണ് ഞാൻ സംസാരിക്കുന്നില്ല. കുരുവിളച്ചായൻ യുദ്ധത്തിലേക്ക് പോയത്. കുരുവിളച്ചായൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞത് യേശുവിൻ്റെ, അതായത് ദൈവത്തിൽ നിന്നുള്ള യേശുവിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, അതാണ് കുരുവിളച്ചായൻ പറഞ്ഞത്. ഞാനത് പറയുകയും ചെയ്തു, ഞാനത് അംഗീകരിക്കുന്നു. കുരുവിളച്ചായൻ പറഞ്ഞത് ആ ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ പരിശുദ്ധ ഖുർആനിൽ നോക്കിയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പാഠപുസ്തകത്തിൽ നോക്കിയാലും കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓക്കെ, ഇവിടെ ഒന്നത്. രണ്ടാമത് അല്ല സലാമിക്ക ഒരു മിനിറ്റ് കുരുവിള സാറേ, ഒരു മിനിറ്റ് സലാമിക്ക. കുരുവിള സാറ് മനസ്സിലാക്കിയത് തെറ്റായിരുന്നു എന്ന് ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് കുരുവിള സാറേ. കാരണം ഫതഹ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് യുദ്ധമുണ്ടായിട്ടില്ല. മറ്റേ സ്ഥലത്ത് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ പ്രചരണത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ ചെന്നപ്പോൾ അമ്പുകൾ കൊണ്ടാണ് അവർ നേരിട്ടത്. അതുകൊണ്ട് അവർ അവർ ഈ എന്ന് വെച്ചാൽ നമ്മുടെ ഇസ്ലാമിക കാര്യങ്ങൾ അവിടെ പ്രചരിപ്പിക്കാൻ ചെന്ന ആൾക്കാരെ അവർ അമ്പ് കൊണ്ട് നേരിട്ടത് കൊണ്ടുണ്ടായിരുന്ന ഒരു ചെറിയ പ്രശ്നമാണ് അവിടെ യുദ്ധത്തിലേക്ക് പോയത്. ഫതഹ് എന്ന സ്ഥലത്ത് ആൾക്കാർ ഈ ഹൈബറിലെ യുദ്ധത്തിലുള്ള വിജയത്തിൽ പേടിച്ചിട്ടോ അല്ലാതെയോ മുസ്ലിമായി തീരുകയായിരുന്നു. അവിടെ യുദ്ധമുണ്ടായിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയേക്കണതെന്ന് ഞങ്ങൾക്കറിയില്ല. അസ്സാം വലൈക്കും വർഹമത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ കുരുവിളച്ചായനെ കുഴപ്പമില്ല. നിങ്ങളുടെ കുരുവിളച്ചായൻ നറേഷൻ പറഞ്ഞു. ഇപ്പൊ ഇവിടെ ടൈഗർ കുരുവിളച്ചായൻ പറഞ്ഞതുപോലെ അത്രേ ഉള്ളൂ. കുരുവിളച്ചായൻ സാധാരണ സ്വീകരിക്കുന്ന ഒരു സ്റ്റൈലാണ് ഇവിടെ സ്വീകരിച്ചത്. സലാമൊക്കെ ചോദിച്ചത്, നിങ്ങൾ ക്രിസ്തുവിന്റെ ഉപദേശം കൂടി ഉൾക്കൊള്ളുന്ന വിശാലമായ അർത്ഥത്തിൽ ഇസ്ലാം മതം ഇസ്ലാമിന്റെ ആശയം എന്താണ് സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നേരെ പോയത് ഖൈബർ യുദ്ധത്തിലേക്കാണ്. അതിനു മുമ്പുള്ള ഖന്തക് യുദ്ധം അദ്ദേഹത്തിന് വിഷയമല്ല. ബനു നദീർ ഗോത്രം കാണിച്ചു കൂട്ടിയ അക്രമങ്ങൾ അദ്ദേഹത്തിന് വിഷയമല്ല. ആ യഹൂദന്മാർ പ്രവാചകനെ കൊല്ലാൻ നോക്കിയത് അദ്ദേഹത്തിന് വിഷയമല്ല. അവിടെ ഖുറൈശികളെ ഇളക്കി വിട്ട് മുസ്ലിം മദീന രാഷ്ട്രം ആക്രമിക്കാൻ കോപ്പ് കൂട്ടിയത് അദ്ദേഹത്തിന് വിഷയമല്ല. ആകെ വിഷയം എന്താണ്? ഖൈബർ യുദ്ധത്തിലേക്ക് പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തുമാണ് പ്രശ്നം. അത് അബദ്ധാണ്. അങ്ങനെ ഒരു സ്കെയിൽ വെക്കുന്ന കുരുവിളച്ചൻ അബദ്ധാണ്. അതിന്റെ ഈ യഹൂദന്മാർ കാണിച്ചു കൂട്ടിയ അക്രമ പ്രവർത്തനങ്ങൾ ഓരോന്നും ചങ്ങല പോലെ ശൃംഖല പോലെ കൂട്ടിച്ചേർത്തിണക്കിയാൽ ഖൈബറിലേക്ക് പോയതിന്റെ കാരണം എന്താന്ന് കുരുവിളച്ചാന് മനസ്സിലാവും. പക്ഷെ കുരുവിളച്ചൻ അത് എടുക്കൂല. കാരണം എന്തറിയോ? അങ്ങനെ പറഞ്ഞാൽ ഇത് എടുത്ത് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ മുഴുവൻ ആ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുകയും അത് മാത്രമല്ല, ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ മാത്രമേ ഉള്ളൂ, അത് മാത്രമല്ല വ്യക്തി ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, കുടുംബ സംവിധാനത്തിൽ, രാഷ്ട്ര സംവിധാനത്തിൽ ഇതെല്ലാം പാലിക്കേണ്ട മര്യാദകളെ കൃത്യമായി പഠിപ്പിക്കുന്ന ഇസ്ലാമിക ആദർശം സ്വീകരിക്കാൻ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ അവിടെ കുരുവിളച്ചാൻ എടുത്തത് യഹൂദന്മാരുടെ ചരിത്രത്തിൽ അതുവരെയുള്ള എല്ലാ അക്രമ പ്രവർത്തനങ്ങളെ ഹൈഡ് ചെയ്തുകൊണ്ട് യഹൂദന്മാരെ ഖൈബറിൽ അങ്ങോട്ട് പോയി ആക്രമിച്ചു. നിഷ്കളങ്കരാണല്ലോ. നിഷ്കളങ്കരായ ഒരു അക്രമവും ചെയ്യാത്ത, പ്രവാചകനെയും സ്വഹാബത്തിനെയും ഉപദ്രവിക്കാത്ത, ഖുറൈശികളെ പോലെ ഇളക്കിവിട്ട അക്രമത്തിന് കോപ്പ് കൂട്ടാത്ത യഹൂദന്മാരെ എന്താ പറയാ, ആ ഒരു 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 ക്രിമിനൽ സ്വഭാവം ഇല്ലാത്ത യഹൂദന്മാരെ പട്ടിണി പാവങ്ങൾ കൃഷി ചെയ്ത് ജീവിച്ചു, ഒരു 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 അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ പാവങ്ങൾ ഒരു ഒരു ഗ്രാമത്തിൽ അങ്ങ് താമസിച്ചു, അവരെ കയറി അങ്ങ് ആക്രമിച്ചു. ഇങ്ങനെയൊക്കെ കുരുവിളച്ചാനൊക്കെ ഇച്ചിരി ആത്മാർത്ഥതയുള്ള ആളെന്ന് ഞാൻ വിചാരിച്ചത്. ഇത്ര ആത്മാർത്ഥത ഇല്ലാത്ത ചരിത്രത്തെ വളച്ചൊടിച്ച് സംസാരിക്കുന്ന നമുക്കും പറയാൻ പറ്റുമല്ലോ. ഒരു സീസൺ അല്ലാത്ത ഒരു സീസൺ പോലും അല്ലാത്ത ഒരു അത്തിമരത്തിന് കായ് പറിക്കാൻ പോയിട്ട് അത് സീസൺ അല്ല എന്ന് അറിഞ്ഞിട്ടും അത്തിമരത്തെ ശപിച്ച യേശു ക്രിസ്തു എന്ന് നമുക്ക് പറയാലോ. അങ്ങനെ അതൊന്നും എന്താ പറയാ, ഈ ഒരു സംസാരത്തിൽ ഈ ഒരു എന്താ പറയാ വൈയക്തികമായ ആത്മാർത്ഥത ഇല്ലായ്മ കാണിക്കരുത്. ഇവിടെ ഖൈബർ യുദ്ധത്തിന് പോയ കോണ്ടക്സ്റ്റ്, അതിനു മുമ്പുള്ള ഖന്തക് യുദ്ധവും അതിനു മുമ്പുള്ള ബനു നദീർ ഗോത്രങ്ങളുടെ പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ച് കോപ്പ് കൂട്ടിയതിന്റെ ഭാഗവും കൂടി ചേർത്ത് വായിച്ചാലേ ഖൈബറിലും അവർ ഈ കാണിച്ചു കൂട്ടിയ ഗൂഢാലോചനകളുടെ ചരിത്രം മനസ്സിലാവുള്ളൂ.
അപ്പൊ സ്വാഭാവികമായിട്ടും മദീന ഒരു രാഷ്ട്രത്തിന്റെ തലവൻ, ആ രാഷ്ട്രത്തിന്റെ സമ്പൂർണമായ ഈ പറഞ്ഞ സംരക്ഷണം, ആ രാജ്യത്ത് പുറത്തുള്ള എല്ലാ തരത്തിലുള്ള അക്രമങ്ങളെ തടയാൻ ഈ പറഞ്ഞ ഗൂഢാലോചന കേന്ദ്രങ്ങളിലേക്കും ഈ പറഞ്ഞ സൈന്യങ്ങൾ അയക്കേണ്ടി വരും. അത് രാഷ്ട്രത്തലവന്റെ മാതൃകയാണ്. അത് ഈ എല്ലാ രാഷ്ട്രങ്ങളും, നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പൊ എല്ലാരും ഇസ്രായേലിനെ ന്യായീകരിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാ ന്യായീകരിക്കുന്നത്? സുഹൃത്തെ, വിഷയത്തിൽ നിൽക്കുക നബീലെ. എന്തിനാണ് നിങ്ങൾ ഇതാണ് പ്രശ്നം. ഇവിടെ സലാംക്ക കുരുവിളത്തെ ബഹളം വെക്കല്ലേ, കുരുവിളത്തെ ബഹളം വെക്കല്ലേ, ബഹളം വെക്കല്ലേ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ. എനിക്ക് നിങ്ങളോട് ബഹളം വെക്കണ്ട, നിങ്ങളോട് ആർഗ്യുമെന്റ് കുരുവിളച്ച എനിക്ക് സമയമില്ല വെറുതെ ആർഗ്യൂ ചെയ്യാൻ. എനിക്ക് ബഹളം വെക്കല്ലേ, കുരുവിളച്ച താല്പര്യമില്ല. വിട്ടേരെ ബഹളം വെക്കല്ലേ. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചല്ലോ, നറേഷൻ കേൾക്കാൻ താല്പര്യമില്ല. ഞാനൊന്ന് സംസാരിക്കട്ടെ. സംസാരിച്ചു, ഞാൻ നമ്മൾ ശാന്തമായിട്ട് ഞാൻ ശാന്തമായിട്ട് സംസാരിക്കുന്നത്, കുഴപ്പമില്ല. എനിക്ക് ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് പദം കേൾക്കണ്ട ഞാൻ സംസാരിച്ച് തീർക്കട്ടെ. വേണ്ട. കൺക്ലൂഡ് ചെയ്യാം, ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അല്ലല്ല, ഒരു മിനിറ്റ് ഒന്ന് ഞാനൊന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഞാൻ ലീവ് ചെയ്യുന്നു. ബൈ ബൈ ബൈ. ബഹളം വെക്കല്ലേ കുരുവിളിച്ച. ഞാൻ